ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റേഷൻ അരി കൊണ്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് കപ്സ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്സ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്കായ, കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ല പോലെ ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണയൊക്കെ ഇതാ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ നല്ല പോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി വഴറ്റി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ചിക്കനിലേക്കുള്ള കായം തേച്ച് പിടിപ്പിക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കപ്സ മസാലയാണ് കേട്ടോ. ഈ കപ്സ മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വാടാൻ വെച്ചിട്ടുള്ള ഉള്ളി നല്ല പോലെ ഇതാ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഒരു കയ്യിൽ ഫോണുള്ളത് കാരണം എനിക്ക് നല്ലപോലെ മിക്സ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇവിടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാനിതാ നല്ലപോലെ ഉള്ളിയുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.25 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഞാനിതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളക് എന്നിവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കനൊക്കെ ഒരു ഹാഫ് വേവാവുന്നത് വരെ വേവിക്കണം. അപ്പം ഞാൻ ഈ പാത്രം ഗ്യാസിൽ നിന്ന് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നു പോയി. ഈ അടുപ്പത്തേക്ക് ഞാൻ മാറ്റിയതിന് ശേഷം ഇതൊന്ന് ചൂട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് വേവാവുന്നത് വരെ ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല പോലെ തിളച്ച് മറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ അരി ഞാൻ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ നോക്കിയപ്പോൾ കപ്സ മസാല ലേശം കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു 1.5 സ്പൂണ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഒരുപാട് അങ്ങനെ മിക്സ് ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ മിക്സ് ചെയ്തത് ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് മൂടി വെച്ചതിന് ശേഷമാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ ഇതിലേക്ക് തക്കാളി അടിച്ച് തീർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് 2 തക്കാളി അടിച്ചുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ആ തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എങ്ങനെ ഒഴിച്ച് കൊടുത്തെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. തക്കാളി ഒഴിച്ച് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തത് ഇത്രയും മതി. ഇനി മുമ്പത്തെ പോലെ തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വരുന്നതേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ മുറിഞ്ഞു പോകും. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ കബ്സയുടെ റൈസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് മസാലയുടെ ടേസ്റ്റ് കാരണം കേട്ടോ ആ ചോറിന് ഇത്രയും ടേസ്റ്റ് വരുന്നത്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ഇപ്പം ഞാനിത് 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ കറക്റ്റ് വേവായിട്ട് വരും കേട്ടോ. ഇനി തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് ആ പച്ചമുളകും കൂടെ അതിൻ്റെ മുകളിലേക്ക് കുത്തി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്സ ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റേഷൻ അരി കൊണ്ടിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കപ്സ ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.